കളിച്ചിരിക്കുക? ഞാൻ പറഞ്ഞ സംഗതി നിങ്ങൾ ചെയ്തോ? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ ചെവിയിൽ ഈ കുന്നാണല്ലോ, പിന്നെ എങ്ങനെ പറഞ്ഞേ കേൾക്കുക? എന്താണ് മനസ്സാ, ഇന്ന് മാസം കണ്ടാല് നാളെ പെരുന്നാളാണ്, അല്ലെങ്കിൽ മറ്റന്ന് ഉറപ്പിലും പെരുന്നാളല്ലേ. പെരിയിൽ വല്ലതും വെച്ചുണ്ടാക്കി തിന്നൊന്നും വേണ്ടേ? അല്ലെങ്കിലേ ഗ്യാസ് ഇല്ല, ഞാൻ ഈ അടുപ്പിൽ കത്തിച്ചിക്കാണ്ട് ഉണ്ടാക്കണ്ടേ? ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൊടുന്നിക്കണമെങ്കിൽ അത് തൊലിച്ചിക്കാണ്ട് റെഡിയാക്കിയാലും വെക്ക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട്. അതൊക്കെ കൊണ്ട്ര. നാളെ രാവിലെ അല്ലേ പെരുന്നാളാവുള്ളൂ, അല്ലെങ്കിൽ മറ്റന്നാളെ നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. അല്ലെങ്കിലേ ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് ഒരു ഒഴിവില്ല. റമദാനായാലും പെരുന്നാളായാലും ഞങ്ങൾക്ക് എന്നും ഈ അടുക്കളയിലെ പണിയുള്ളൂ. നിങ്ങൾ ഈ ആണുങ്ങൾ അതൊന്നും ഞങ്ങളെ കണ്ടറിയണില്ലല്ലോ. അതിനിപ്പോ ഞാൻ വന്നുകാണ്ട് ഉള്ളി ഒഴിച്ച് എനിക്ക് ബിരിയാണി വെച്ച് തരണോ? എന്നപ്പോ എനിക്കൊരു പണി ഉണ്ടാവില്ലല്ലോ. ഈ പെരുന്നാക്കെങ്കിലും ഉപ്പായി ഉമ്മാക്ക് കിച്ചണൊന്ന് ലീവാക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അമ്മ എന്നും പണിയാണ് ഇറങ്ങാണ്ട് നമ്മളെ തൊഴിലും കെടുത്ത്. ഉമ്മാക്ക് ലീവ് കൊടുത്തിട്ടേ ആരാ വല്ലതും തിന്നാണ്ടാക്കടാ. അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്നും ഇപ്പം അമ്മ വെച്ചുണ്ടാക്കി തന്നെയല്ലേ നമ്മൾ തിന്നണത്. തിന്ന് മടുത്തുകൊണു. നിങ്ങളെ അരിക്കും സാധനത്തിനും ചിലവാക്കണ പൈസ എനിക്ക് തന്നാളി, ബാക്കി ഞാൻ സെറ്റ് ആയിക്കോളാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇപ്രാവശ്യത്തെ ഞങ്ങളെ പെരുന്നാൾ ബിരിയാണി ഇവിടെ നിന്നാണ്. ചട്ടിപ്പറമ്പില്ല മിയാമിയ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഈദിൻ്റെ സ്പെഷ്യലായിട്ട് ബക്കറ്റ് ദം ബിരിയാണി ഉണ്ട്. അത് ചിക്കനിലും ഉണ്ട്, ബീഫിലും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റൈസ് കൈമ റൈസാണ്. പിന്നെ ഇപ്പം മിയാമിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ചട്ടിപ്പറമ്പ് ഭാഗത്ത് ഏറ്റവും നല്ല ഫുഡ് കിട്ടണമെങ്കിൽ മിയാമിക്ക് തന്നെ പോകണം. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങൾ മിയാമിൻ്റെ ഒപ്പമാണ്. ഞങ്ങളൊപ്പം നിങ്ങൾക്ക് കൂടണമെങ്കിൽ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തോളൂ.